പാവപ്പെട്ട മനുഷ്യരുടെ പുഞ്ചിരിയിലാണ് ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നതെന്നും സമൂഹത്തോട് അനുകമ്പയുള്ള മനുഷ്യർ നിരന്തരം ഈശ്വരനെ കാണുന്നവരാണെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല 10 വർഷം പിന്നിട്ട കോതമംഗലത്തെ എൻ്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ സോഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഏറ്റവും സുസജ്ജവും കേന്ദ്രീകൃതവുമായ പാലിയേറ്റീവ് കെയർ സംവിധാനം മുതൽ പ്രായമായ അമ്മമാർക്ക് എല്ലാ മാസവും നൽകുന്ന പെൻഷൻ വരെയുള്ള 100-ലധികം പദ്ധതികളാണ് സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കിയത്. 3 മാസം നീണ്ടുനിന്ന സോഷ്യൽ ഓഡിറ്റിന് നേതൃത്വം നൽകിയത് തൃക്കാക്കര ഭാരത് മാതാ കോളേജിലെ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് വിഭാഗമാണ്. എൻ്റെ നാട് 10 വർഷം പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ നടപ്പിലാക്കിയ പദ്ധതികളുടെ സൂക്ഷ്മ വിലയിരുത്തലാണ് സോഷ്യൽ ഓഡിറ്റിംഗിലൂടെ നടത്തിയത്. 75,000-ഓളം അംഗങ്ങളും 1.25 ലക്ഷം ഗുണഭോക്താക്കളുമുള്ള എൻ്റെ നാട് ജനകീയ കൂട്ടായ്മയ്ക്ക് കോതമംഗലം താലൂക്കിലാകമാനം സാന്നിധ്യമുണ്ട്. പാവപ്പെട്ടവരുടെ പുഞ്ചിരിയിലാണ് ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നതെന്നും സമൂഹത്തോട് അനുകമ്പയുള്ള മനുഷ്യർ നിരന്തരം ഈശ്വരനെ കാണുന്നവരാണെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. 10 വർഷം പിന്നിട്ട കോതമംഗലത്തെ എൻ്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ സോഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോതമംഗലത്തെ സ്നേഹവിപ്ലവത്തിന്റെ പാതയാണ് എൻ്റെ നാടെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. അപ്പോൾ ദൈവത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് മനുഷ്യർക്ക് നൽകാൻ കഴിയുന്ന സേവനമാണ്. നമുക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നില്ല. നമ്മളൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. Where is the God? Nobody knows. ദൈവം എവിടെയാണ് ആർക്കും അറിയാൻ കഴിയുന്നില്ല. പക്ഷേ ഒരു പാവപ്പെട്ട രോഗിയെ ശുശ്രൂഷിക്കുമ്പോൾ ആ രോഗിയുടെ മുഖത്ത് വിടരുന്ന പുഞ്ചിരിയാണ് ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് നാം തിരിച്ചറിയണം. അനുകമ്പയോടെ സമൂഹത്തെ ചേർത്ത് നിർത്തുന്ന കാതലുള്ള ഒരു സാമൂഹിക മുന്നേറ്റമാണ് കോതമംഗലത്തെ എൻ്റെ നാട് കൂട്ടായ്മ എന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ മോൻസ് ജോസഫ് MLA പറഞ്ഞു. UDF കൺവീനറും എൻ്റെ നാട് ചെയർമാനുമായ ഷിബു തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു. പ്ലാനിംഗ് ബോർഡ് മുൻ മെമ്പർ സെക്രട്ടറി CP ജോൺ സോഷ്യൽ ഓഡിറ്റ് അവലോകനം നടത്തി. TJ വിനോദ് MLA ഓഡിറ്റിന് നേതൃത്വം നൽകിയ തൃക്കാക്കര ഭാരതമാതാ കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗം അധ്യാപിക ഡോക്ടർ ഷീന രാജൻ ഫിലിപ്പ്, എൻ്റെ നാട് ഉന്നതാധികാര സമിതി അംഗം പ്രൊഫസർ KM കുര്യാക്കോസ്, വൈസ് ചെയർപേഴ്സൺ ബിജി ഷിബു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പദ്ധതി ഗുണഭോക്താക്കളും സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്തു. അടുത്ത ഘട്ടം പ്രവർത്തനങ്ങളുടെ രൂപരേഖ ഇതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുമെന്നും ഷിബു തെക്കുംപുറം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.